സോളാർ പ്ലാന്റ് സ്ഥാപിച്ചവർക്ക് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന പുതിയ കരട് നിർദ്ദേശത്തിനെതിരെ കോഴിക്കോട്ടെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ സിറ്റിംഗിലും പ്രതിഷേധം. തെളിവെടുപ്പിൽ പരാതിക്കാരെ ഒഴിവാക്കാൻ ശ്രമം നടത്തിയെന്ന പ്രതിഷേധക്കാർ പരാതിപ്പെട്ടു. സോളാർ പാനലിന് റീത്ത് വെച്ചും പ്രതിഷേധം നടന്നു. പുതിയ സോളാർ വൈദ്യുതി നയം സംബന്ധിച്ച വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ തെളിവെടുപ്പ് നടക്കുന്ന ഹാളിന് പുറത്തെ അവസ്ഥ ഇതായിരുന്നു. ആക്ഷേപം ഉന്നയിക്കുന്നവരെ പരമാവധി ഒഴിവാക്കി തെളിവെടുപ്പ് പൂർത്തിയാക്കാൻ ശ്രമിച്ചെന്നാണ് പരാതി. ഇപ്പോൾ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് ഉള്ളിൽ നടക്കുന്ന സംഭവങ്ങൾ പുറത്ത് നിൽക്കുന്ന ഈ പൊതുജനം മുഴുവൻ ആളുകളും ഇത് കേൾക്കാൻ വേണ്ടിയുള്ള ഒരു സൗകര്യം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. സോളാർ വൈദ്യുതി സംരംഭങ്ങളെ നിരുത്സാഹപ്പെടുത്തുന്ന നയം നടപ്പിലാക്കാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ശ്രമിക്കുന്നതെന്നും പ്രതിഷേധക്കാർ ആരോപിച്ചു. സോളാർ എന്നുള്ളത് ഇപ്പം സാധാരണക്കാർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പക്ഷെ ഇപ്പോൾ പറയുന്നത് 3 കിലോ വാട്ടിന്റെ മുകളിലേക്ക് ആരും സോളാർ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. 78,000 രൂപ സെൻട്രൽ ഗവൺമെന്റ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ അതിന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് വരുന്നത്. സോളാറിന്റെ വ്യാപനം പൂർണ്ണമായും തടയിടുക എന്നുള്ള വളരെ പർട്ടിക്കുലർ ഉദ്ദേശത്തോടു കൂടി ഇറക്കിയാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. കമ്മീഷൻ തെളിവുപ്പെടുന്ന ഹാളിന് മുന്നിൽ സോളാർ പാനലിൽ റീത്ത് സ്ഥാപിച്ചും പ്രതിഷേധമുണ്ടായി. അതേസമയം ആക്ഷേപം ഉന്നയിക്കാനുള്ളവർക്ക് അവസരം നൽകിയെന്ന് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വൃത്തങ്ങൾ അറിയിച്ചു. മീഡിയ 1 കോഴിക്കോട്.